തമ്മിലുള്ള പ്രശ്നം, നിങ്ങൾ എൻ്റെ വാപ്പയാണ്, നിങ്ങൾക്ക് പ്രായമുണ്ട്, എനിക്ക് പ്രായക്കുറവാണ്. അന്ന് 16 വയസ്സായിരുന്നു ഇബ്രാഹിം നബിക്ക് എന്നാണ്. ആ കാലയളവിൽ ചെറിയ കുട്ടിയാണ്. 15 വയസ്സുള്ള ഇബ്രാഹിം നബി ജനിച്ച് വളർന്നപ്പോൾ ബാപ്പ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് ആ കുട്ടിയുടെ മനസ്സ് സ്വയം പറയുന്നു, സ്വതന്ത്രമായി ചിന്തിക്കുന്നു. അത് പറയാൻ ആരംഭിക്കുമ്പോൾ ആരിൽ നിന്ന് ആരംഭിക്കുന്നു? സ്വന്തം അച്ഛനിൽ നിന്ന് ആരംഭിക്കുന്നു. നമ്മൾ അങ്ങനെ തന്നെ പറയണം, സ്വന്തം അച്ഛനിൽ നിന്ന് തുടങ്ങുന്നു. അച്ഛനാകട്ടെ ഒരു ആരാധനാലയത്തിലെ പൂജാരിയുമാണ്. അദ്ദേഹത്തിന്റെ ചിന്തയെ തട്ടി ഉണർത്തിക്കൊണ്ട് തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും ചോദിക്കാൻ, യാ ബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബീനി അഹ്ദിക സിറാത്തൻ സവിയ. ഉപ്പ, സത്യത്തിൽ നിങ്ങൾക്ക് കിട്ടാത്തൊരറിവ്, ഉപ്പ നിങ്ങൾക്ക് ചില കാര്യത്തിൽ അറിവില്ല. മുമ്പേ ഗമിച്ചീടിന ഗോപുതന്റെ പിമ്പേ ഗമിക്കും ബഹു ഗോക്കളെല്ലാം എന്നതാണ് ഉപ്പ നിങ്ങളുടെ അവസ്ഥ. മുമ്പുള്ളവർ ചെയ്തു, നിങ്ങൾ തന്നെ അനുസരിച്ചു. ഉപ്പ, ഞാൻ നിങ്ങളോട് സത്യസന്ധമായി പറയുന്നത്, ഉപ്പ നിങ്ങൾക്ക് കിട്ടാത്തൊരു ഇൽമ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അറിവിലേക്ക് ബുദ്ധിപരമായ സമീപനത്തിലൂടെ ആ അറിവിലേക്ക് ഈ പിതാവിനെ ക്ഷണിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. എന്നിട്ട് പറഞ്ഞു, യാ ബത്തി ഇന്നി അഖാഫു ഐ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ബത്തി ലാ തഅബുദു ശൈത്താൻ ഇന്ന ശൈത്താന ഖാല ലിർറഹ്മാനി അസിയ. എൻ്റെ പിതാവേ, നിങ്ങൾ പിശാചിനെ, മജാസിയായ പ്രയോഗമാണ്, ആരാധിക്കരുത്. കാരണം ഇവിടെ ബിംബാരാധനയാണ്. പിശാചി അതിനെ അലങ്കൃതമാക്കി തോന്നിച്ചു. ആ പിശാചിന്റെ പ്രേരണയാൽ അബ്രഹാം പ്രവാചകന്റെ ഉപ്പ ആസർ, പിതാവ് ആസർ അവിടെ ചെയ്യുന്നത് ഏറ്റവും ഗുരുതരമായ ഒരു പാതകമാണ്. അത് ശിർക്കാണ്. ആ പ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രയോഗം എന്താ? ഇന്നി അഖാ, ഒന്ന് ശൈത്താനെ ആരാധിക്കരുത് എന്നാണ്. 2 യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ വതകൂന ലിശൈത്വാനി വലിയ എന്നതാണ്. എന്താ അത്? ഉപ്പ, നിങ്ങൾ നരകാവകാശിയാകുന്നതിന് ഞാൻ പേടിക്കുന്നു ഉപ്പ. ഇതാണ് ഒരു മുസ്ലിമിന്റെ മനസ്സ്. ഈ നാട്ടിലെ ഹൈന്ദവരായ, ക്രൈസ്തവരായ, മുസ്ലിങ്ങളായ സകല മനുഷ്യരോടും യഥാർത്ഥ മുസ്ലിമിനുള്ള ഗുണകാംക്ഷ എന്താണ്? ഒരാളും ദൈവശിക്ഷയ്ക്ക് വിധേയമാകരുത് എന്നത് സ്നേഹമാണ്, ഗുണകാംക്ഷയാണ്. ആ ഗുണകാംക്ഷയിൽ നിന്നുകൊണ്ടാണ് അവരുടെ വിശ്വാസ ന്യൂനതകളെ, ജീർണതകളെ ബോധപൂർവമായ ഇടപെടലുകളിലൂടെ, ബുദ്ധിപരമായ പ്രാമാണികമായ തിരുത്തലുകളിലൂടെ അവരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നത്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജിഹാദ്. മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തുമാർ അവരുടെ ബോധമണ്ഡലങ്ങളെ ഉദ്ദീപിപ്പിക്കുക എന്ന മഹനീയമായ ജിഹാദ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു ലളിതമായ വാചകത്തിലൂടെ. മക്കയിൽ പ്രവാചക തിരുമേനി വന്നുവല്ലോ. എൻ്റെ പ്രിയപ്പെട്ട അമുസ്ലിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ, ഇതര മത ആദർശ വിശ്വാസികളെയും കൂടെ ഞാൻ അഭിസംബോധന ചെയ്യുന്നു. 2 ടൈപ്പ് നിലക്കുള്ള രീതിയാണ് ഞാൻ ഇതിൽ അവലംബിക്കുന്നത്. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട ഇതര മത സഹോദരങ്ങളോട്. 2, ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകളോട്. അത് ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി എല്ലാവരും ശ്രദ്ധിക്കാനുള്ള 1. 2, മുസ്ലിമീങ്ങളോടായി ഒരു മുസ്ലിം പ്രബോധകൻ എന്ന നിലയിൽ ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങളുടെ തുടർച്ചയായ പുതുനൂറ്റാണ്ടിന്റെ ആത്മചൈതന്യത്തിന്റെ ഉദ്ദീപനങ്ങളുടെ ലോകത്തേക്ക് ഒരു തലമുറയെ നയിക്കണമെന്ന ഉത്തമ വിശ്വാസത്താൽ പ്രചോദിതമായി ഞാനിവിടെ പറയുന്ന ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കണം. ബാപ്പാനോട് പറയുന്നത്, ഉപ്പാ, നിങ്ങളും ഞാനും തമ്മിൽ അറിവിൽ വ്യത്യാസമുണ്ട്. എനിക്കൊരറിവുണ്ട്. ആ അറിവ് ഞാൻ നിങ്ങളെ ബോധപൂർവമായി നയിക്കാം സത്യത്തിന്റെ സത്പഥത്തിലേക്ക്, വിമോചനത്തിന്റെ സിദ്ധാന്തത്തിലേക്ക്, അതെ, ലോകത്തിലെ ഏറ്റവും മാനവികമായ ഒന്നിലേക്ക്. ഉപ്പാ, ഞാൻ നിങ്ങളെ നയിക്കാം. ഇവിടെയാണ് എൻ്റെ 3ാമത്തെ പോയിന്റ് ഞാൻ അവതരിപ്പിക്കുന്നത്. ബുദ്ധിപരമായി ഉണർത്തിയിട്ടും പൈശാചികമായ പ്രേരണയാൽ വൈകാരികമായി പ്രതികരിച്ച ആസറാകാനല്ല മുസ്ലിമീങ്ങൾ ശ്രമിക്കേണ്ടത്. അത് വളരെ ഗൗരവമാണ്. ഇബ്രാഹിം നബിയുടെ പാത എന്താ? ലഅർജുമന്നക വഹ്ജുർനി മലിയ എന്ന. ഉപ്പ, മുശ്രിക്കായ ഉപ്പ, ബൗദ്ധൈവ വിശ്വാസിയായ ഉപ്പ, പൂജാരിയായ ഉപ്പ, ഞാൻ നിങ്ങളെ കല്ലെറിയുന്ന അല്ല. നേരെ മറിച്ച് ഉപ്പ മകനോട് പറയുന്നത്, ഞാൻ നിന്നെ കല്ലെറിയുമെന്നാണ്. നിന്റെ ബുദ്ധിയും വിവേകവും അറിവും എനിക്ക് പ്രസക്തമല്ല, എൻ്റെ അവിവേകത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്നാണ്. അവിടെ ഉപ്പ മകനെ കല്ലെറിയാണ്. ആ സമയത്ത് മകനോ, ബാപ്പാ, നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞില്ലേ, എൻ്റെ ആദർശം പെർഫെക്റ്റ് ആണ്, ഞാനൊരു ഒറിജിനൽ മുഅ്മിനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ എറിഞ്ഞ കല്ല് അതിനേക്കാൾ ശക്തിമത്തായി എടുത്ത് നിങ്ങളുടെ മോന്തക്കുറ്റി എറിഞ്ഞ് ഞാൻ പൊട്ടിക്കും എന്നാ പറഞ്ഞത്? അല്ല, അള്ളാന്റെ ഗ്രന്ഥം, അള്ളാന്റെ ഗ്രന്ഥം, വ്യക്തികളുടെ ഗ്രന്ഥമല്ല, വ്യക്തികളുടെ പരാമർശങ്ങളല്ല, അള്ളാഹുവിന്റെ ഗ്രന്ഥം. ആ അള്ളാഹുവിന്റെ ഗ്രന്ഥം പറയുന്നറിയോ? ലഅർജുമന്നക വഹ്ജുർനി മലിയ. ഡാ ഇബ്രാഹിം, നീ എൻ്റെ പാരമ്പര്യ വിശ്വാസത്തെ വിമർശിക്കുന്നുവോ? നീ എന്നോട് അതിനെ ഒഴിവാക്കാൻ പറയുന്നുവോ? എന്നാൽ നീ അറിഞ്ഞുകൊള്ളുക, ഈ നാട്ടിൽ നിന്ന് നിന്നെ കല്ലെറിഞ്ഞ്
ഞാൻ ആട്ടി ഓടിക്കും, എന്റെ കൺമുമ്പിൽ നിന്ന്, എന്റെ കൺവട്ടത്തു നിന്ന് പോ എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ്. ആട്ടി ഓടിക്കുമ്പോൾ ശാന്തനായി, സമാധാനപ്രിയനായി, സൈലന്റായി, വയലന്റാകാതെ. ഈ പ്രയോഗങ്ങളെല്ലാം ഓരോ മുസ്ലിമും അവനവന്റെ മനസ്സിൽ സൂക്ഷിച്ചോളി. ശാന്തമായി, ഗംഭീരമായി, ഫസബ്റും ജമീൽ, ഭംഗിയായ ക്ഷമ. എന്നിട്ടോ ബാപ്പാ സലാമുൻ അലൈക്, ബാപ്പാ അങ്ങക്ക് അള്ളാന്റെ രക്ഷ ഉണ്ടാട്ടപ്പാ. ഇപ്പാ ഞാൻ നിങ്ങളെ നന്നാവാൻ വേണ്ടി, ചിന്തിക്കാൻ വേണ്ടി, പൈശാചികതയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി, നരകത്തിന്റെ കവാടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതിനെ അസഖ്യമായി കണ്ട് പിതൃസ്നേഹത്തിന്റെ ഉന്നതമായ വിധാനത്തു നിന്ന് ഉപ്പാ ഞാൻ നിങ്ങളോട് ചിലത് പറഞ്ഞു. എന്റെ ഉപ്പാ നിങ്ങൾ എന്നെ കല്ലെറിയെന്ന് പറയും, ശണ്ട കൂടാൻ ഞാനില്ല, അടിക്കാൻ ഞാനില്ല, പിച്ചാത്തിക്ക് പിച്ചാത്തി, കത്തിക്ക് കത്തി എന്ന് പറയാൻ ഞാനില്ല. എന്റെ ആദർശം പെർഫെക്റ്റ് ആണ്, എനിക്ക് അല്ലാഹു എന്ന വിശ്വാസമാണ്, എന്റെ വിശ്വാസം 100% ഒക്കെയാണ്, ഒക്കെ റെഡിയാണ്. പക്ഷെ ഉപ്പാ നിങ്ങളോട് തർക്കിച്ചും കല്ലെറിഞ്ഞും തിരിച്ചറിഞ്ഞും അക്രമങ്ങൾ ഉണ്ടാക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഇബ്രാഹിം നബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹ് പറയുന്ന ഒരു വാക്കുണ്ട്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം എന്ന വാചകം. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. ആദർശരംഗത്തെ അദ്ദേഹത്തിന്റെ കണിശത, ധീരോദാത്തമായ അദ്ദേഹത്തിന്റെ കണിശത, ആ കണിശത ഇബ്രാഹിം നബിയിൽ നിന്ന് സെൽഫികൾ ഏറെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകത്തോട് എന്ന വസ്തുതയും ഇത്തരുണത്തിൽ ഗൗരവമായി തന്നെ ഞാൻ ഉണർത്തിക്കൊള്ളട്ടെ. സൂറത്ത് മുംതഹനയിലെ 4-ാമത്തെ വാചകത്തിലൂടെ. അപ്പൊ ഞാൻ ഇത് തുടക്കത്തിൽ തന്നെ പറയുന്നത്, ഒരു മുസ്ലിമായ പ്രവാചകൻ, പിതാവ് അമുസ്ലിമാണ്, അദ്ദേഹത്തോട് ദേവത്ത് നടത്തുന്ന ചരിത്രം എന്തിനാ ഉദ്ധരിച്ചത്? ഇസ്ലാം ലോകത്ത് എന്തിനു വന്നു? അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കൗലേതാ? ഞാൻ നോക്കൂ, അനാഥയെ സംരക്ഷിക്കണം എന്നാണ് ഒരാൾ പ്രസംഗിക്കുന്നതെന്ന് വിചാരിക്കുക, ലളിതം. ഈ പൂന്തുറയിലെ ഒരു നല്ല മനുഷ്യൻ എന്ന ഹദീസിനെ മുഖവിലക്കെടുത്ത് അനാഥയെ ശരിക്ക് സംരക്ഷിക്കണമെന്നാണ് അയാളെ വിഷയം. വേറെ ഒരാള് ത്വാമിൽ മിസ്കീൻ എന്നത് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയിൽ പ്രോത്സാഹിപ്പിക്കുക. ഈ വിഷയം ഹെഡ് ചെയ്ത ഒരാള് പാവപ്പെട്ടവന്റെ ഭക്ഷണകാര്യം ശ്രദ്ധിച്ചു, അയാൾ ഘോരഘോരം പ്രസംഗിച്ചു, ആയിരങ്ങളുടെ കയ്യടി കിട്ടി, അങ്ങനെ അദ്ദേഹം ഒരു ബാബാംതയായി മാറി. ഒക്കെ ശരിയാണ്. എന്നാൽ വേറെ ഒരാള് അള്ളാനെ മാത്രമേ ആരാധിക്കാവുന്നുള്ള ഏക ദൈവാരാധന പറഞ്ഞു. അയാൾക്ക് പൂമാലകളില്ല, കയ്യടികളില്ല, പത്രതാളുകളിൽ അയാൾ വിലസുന്നില്ല, ചാനലുകൾ അയാളെ പ്രശംസിക്കുന്നില്ല, സാമൂഹ്യ പ്രതിബദ്ധതയുടെ മഹുടോദാഹരണമെന്ന് ലോകത്താരെ അയാളെ പറ്റി പറയണില്ല, ഫിത്തനക്കാരൻ, ഭിന്നിപ്പുകാരൻ എന്നൊക്കെ പറഞ്ഞാലും അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം അനാഥയെ സംരക്ഷിക്കണമെന്ന് പ്രസംഗിക്കുന്ന പ്രാസംഗികന്റെ പ്രസംഗത്തെക്കാൾ, അതുപോലെ വിധവകളെ സംരക്ഷിക്കണമെന്ന് പറയുന്ന വിധവാ വിമോചകന്റെ പ്രസംഗത്തെക്കാൾ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നവന്റെ, അതുപോലെ ചോർന്നിരിക്കുന്ന വീടുകളെ പൊളിച്ചു മാറ്റി നല്ല വീട് വെച്ചു കൊടുക്കണമെന്ന് പ്രസംഗിക്കുന്നവന്റെ പ്രസംഗത്തെക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം ഞാൻ നേരത്തെ നിർവഹിച്ച 10 മിനിറ്റ് പ്രസംഗ. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പറയണല്ലോ കേട്ടോ, അള്ളാഹ് പറയണ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണാണ്. എടുത്തോ 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്തെ ഹമീൻ സജദ. ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആരുണ്ട് ഇത്ര മഹത്തരമായ വാക്ക് പറഞ്ഞവൻ? ആരുണ്ട്? അല്ലാഹു ചെയ്യും, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ ഉത്തമമായ ഒരു പ്രഭാഷണം ഏതുണ്ട് ലോകത്ത്? വാക്ക് ഏതുണ്ട് ലോകത്ത്? അത് അക്ഷരക്കൂട്ടമായി തീർന്നാലും, അത് മനുഷ്യന്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന അക്ഷരസ്ഫോടനമായാലും അല്ലാഹു ചോദിക്കുകയാണ്, അതിനേക്കാൾ മഹത്വരമായ എന്തുണ്ട്? അപ്പൊ ലോകത്ത് പടച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ദഅവത്ത് എന്ന് പറയുന്നതാണ്. ഇനി ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കുകയാണ്, ദഅവത്താണ് അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയെങ്കിൽ, അവരെയാണ് അല്ലാഹ് ഏറെ പ്രശംസിച്ചതെങ്കിൽ, ദഅവത്ത് നടത്തുന്ന മനുഷ്യരോട് അല്ലാഹ്ക്കുള്ള ഇഷ്ടം എന്തായിരിക്കും? ഇനി ആ ദഅവത്ത് നടത്താൻ പറ്റിയൊരു മണ്ണാണെങ്കിലോ, ആ നാട്ടുകാരിൽ 86% വരുന്ന, അല്ലെങ്കിൽ 90% വരുന്ന അമുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് പരസ്യമായി മൈക്ക് കെട്ടി ഏകദൈവാരാധനയിലേക്ക് ക്ഷണിക്കാൻ പറ്റുന്ന ഒരു നാട്ടിൽ അള്ളാഹ്ക്ക് ആ നാടിനോട് ഇഷ്ടമായിരിക്കോ വിരോധമായിരിക്കോ? നല്ലോണം ആലോചിക്കുക. അല്ലാഹ് പറയുന്നു, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. നിങ്ങൾ ആലോചിച്ചോളൂ, പടച്ചോനിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. അപ്പൊ പടച്ചവനിലേക്ക് ബിംബാരാധകനായ ബാപ്പയെ ക്ഷണിച്ച ഇബ്രാഹിം നബി അല്ലാഹ് ഇഷ്ടപ്പെട്ടു. ആലോചിക്കുക, നന്നായിട്ട് ചിന്തിക്കുക.
ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്കറിയാലോ, നമ്മുടെ കേരളം, ഞാൻ പറയുന്നു, ലോകത്ത് ഇന്ത്യയെ പോലെ ഒരു രാജ്യമില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ കേരളത്തെ പോലെ ഒരു സ്റ്റേറ്റ് വേറെയില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ പറയണം. എങ്ങനെ? ലോകത്ത് ഇന്ത്യയെ പോലെ ഇത്ര പ്രത്യേകതകളുള്ള ഒരു രാജ്യം ലോകത്ത് എവിടെയില്ല. അതുപോലെ ഇന്ത്യയിൽ കേരളത്തെ പോലെ ഒരുപാട് നന്മകളുള്ള ഒരു സ്റ്റേറ്റ് ലോകത്തില്ല. പല ദുർഗുണങ്ങളും ഈ സ്റ്റേറ്റിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് വേറെ പറയേണ്ടതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഈ കേരള മണ്ണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ മൈക്ക് കെട്ടി, ഇവിടെ സ്റ്റേജ് കെട്ടി, ഇതിന്റെ 3 ഇരട്ടി വലിപ്പമുള്ള സ്റ്റേജ് കെട്ടി തന്നിട്ട് ഇതിന്റെ ഒക്കെ എത്രയോ ഡബിൾ 30,000 വാട്ട്സ് സൗണ്ട് സിസ്റ്റം വെച്ചിട്ട് നിങ്ങൾ വരൂ, ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ തൗഹീദ് പറയൂ, നിങ്ങളാണ് മുഖ്യപ്രഭാഷകൻ, നിങ്ങൾ നേരത്തെ വരണം കേട്ടോ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ദഅവത്താണ്. നിങ്ങളെല്ലാവരും ആലോചിച്ച് നോക്കൂ. പ്രവാചകന്മാരിൽ വിശ്വസിച്ച ആളുകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മുസ്ലിമീങ്ങളെ, ചരിത്രത്തിലെ 950 വർഷം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 950 വർഷവും അദ്ദേഹം ചെയ്ത കർമ്മം എന്തായിരുന്നു? ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലം വനഹാറാ. രാവും പകലും 5 ബിംബങ്ങൾ ആരാധിച്ച ഒരു ജനതയാണ് സ്നേഹത്തോടുകൂടി ക്ഷണിച്ച്. ഭയങ്കര വെറുപ്പിന്റെ തത്വശാസ്ത്രമാണ് മതം. നമ്മളാരും മനസ്സിലാക്കി പോരുത്. എന്താ നമ്മുടെ ലക്ഷ്യം? മനുഷ്യൻ അല്ലാഹ് എന്തിനാ സൃഷ്ടിച്ചത്? മതം സമാധാനത്തിനാണെന്ന് അറിയാനുള്ള പോയിന്റ് ഞാൻ പറയുന്നത്. നൂഹ് നബി അലൈഹി ഇസ്ലാം അള്ളഹാനോട് പറഞ്ഞ എന്താ? ഇൻഷാ അല്ലാഹ് 15 മിനിറ്റിന് ശേഷം ഇവിടെ നിസ്കാരം നടക്കും. അപ്പൊ നിർത്തി നമ്മൾ ജമാഅത്തിന് പിരിയും. ബാങ്ക് കൊടുത്തിട്ട് 15 മിനിറ്റ് കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങും. അപ്പൊ ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെ ഇല്ല. അപ്പൊ ഇവിടെ എന്ത് നടക്കണം എന്നറിയോ? ജനങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ കഴിയണം. നിങ്ങൾ നോക്ക്, ജിഹാദിനെ കുറിച്ച് പറഞ്ഞിടത്ത് ഖുർആൻ പറഞ്ഞ പ്രയോഗം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ? നൂഹ് നബി ആയാലും ഏത് പ്രവാചകന്മാരായാലും ജനങ്ങളോട് നേരിട്ട് സംവദിക്കുക ചെയ്യുന്നത്. ജനങ്ങളെ, നിങ്ങളുടെ വിശ്വാസം ശരിയല്ല എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അത് കേൾക്കാനുള്ള ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. ബോംബ് കൊണ്ടുപോയി തുപ്പുന്നിടത്ത് അത് ഉണ്ടാവുമോ? പരസ്പരം തല്ലുകൂടുന്നിടത്ത് അത് ഉണ്ടാവുമോ? ഒരാളെ പ്രകോപിപ്പിക്കുമ്പോ ആ പ്രകോപനം നടക്കുന്നിടത്ത് ദഅവത്ത് നടക്കുവോ? ഇപ്പൊ സിറിയയിലോ എന്നും സംഘടന നടക്കുന്നിടത്തോ നമുക്ക് ദഅവത്ത് നടക്കുവോ? അവിടെ കൃത്യമായിട്ട് ഏകദൈവ വിശ്വാസം പ്രസംഗിക്കാൻ പറ്റുമോ? ലോകത്ത് മനുഷ്യനെ ആലോചിച്ച് നോക്കാൻ, ചിന്തിക്കേണ്ട കാര്യമാണത്. സത്യത്തിൽ മനുഷ്യനെ അല്ലാഹ് സൃഷ്ടിച്ചത് എന്തിനാ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. സൂറത്ത് അദ്ദാരിയാത്തിൽ 56-57 വചനമാണ്. എന്തതിനർത്ഥം? മനുഷ്യവർഗത്തെയും ജിന്ന് വർഗത്തെയും നാം സൃഷ്ടിച്ചത് നമ്മെ ഇബാദത്ത് ചെയ്യാനാണ്. അവൻ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തന്നെ ലക്ഷ്യം അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യാന്നുള്ളതിനാണ്. എങ്കിൽ സുഹൃത്തുക്കളെ, ആ ഇബാദത്ത് പടച്ചോനെ മാത്രം എന്ന് പറയലായിരിക്കില്ലേ ഏറ്റവും പരമമായ ലക്ഷ്യം? അത് പറയലായിരിക്കില്ലേ പ്രബോധക സംഘങ്ങളുടെ കാതലായ കാര്യം? ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. ഖുറാനിൽ മനുഷ്യനെ അല്ലാഹ് സൃഷ്ടിച്ചത്, ഉദാഹരണം, ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് JCB അത് കൊണ്ടിടക്കാനും അതിന്റെ ഡ്രൈവറായിട്ടും അത് നോക്കണം എന്ന നിലക്കാണ് അയാളെ കൊണ്ടുവന്നേനെ. അയാളുടെ മുഴുവൻ ലക്ഷ്യവും അതാണ്. ആ ലക്ഷ്യമൊക്കെ മറന്നിട്ട് അയാൾ ഇവിടുത്തെ ഒരു നല്ലൊരു കാറിൽ കയറി ഇങ്ങനെ ഇരുന്ന് പോവുകയാണെങ്കിൽ എപ്പോഴും JCB നോക്കുത്തിയായിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പൊ സ്വാഭാവികമായും ആളുകൾ നിന്നെ കൊണ്ടുവന്ന് ഈ BMW ഓടിക്കാനല്ല, അന്നെ JCB ഓടിക്കാനാണ് പരസ്യം ആണല്ലോ. ഉറപ്പത്തിൽ ലളിതമായൊരു ഉദാഹരണം. മനുഷ്യരെ അല്ലാഹ് സൃഷ്ടിച്ചത് അല്ലാഹനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ. അതിലെല്ലാ മതക്കാരും പെട്ടു, എല്ലാ ജനപദവും പെട്ടു, എല്ലാ ലോകവും പെട്ടു. ആ ആളുകളെല്ലാം സുഹൃത്തുക്കളെ, അതാ നമ്മുടെ ചിന്ത. ആ ആളുകളെയെല്ലാം ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ പരമമായ ലക്ഷ്യം. ഹാദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറു ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ്. സൂറത്ത് ഇബ്രാഹിം നബിയുടെ പേരിൽ അധ്യായം 52-ാമത്തെ വചനം അവസാനത്തെ ആയത്ത്. ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് വലിയഅലമു, അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ജനങ്ങൾ എന്തു മനസ്സിലാക്കുന്നതിന് വേണ്ടി? അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹൻ. ഇനി നോക്ക്, വെള്ളിയാഴ്ച ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ സൂറത്ത് ഖാഫ് ഓതി. അതിലെ 4-ാമത്തെ വചനം എന്താ?
അള്ളാഹുവിന് ഒരു കുട്ടിയുണ്ട്, ഈസാ നബി അള്ളാന്റെ കുട്ടിയാണ്, മോനാണ് എന്ന് വാദിക്കുന്ന ജോർജിനോട്, തോമസിനോട്, ഏലിയാമ്മയോട് നിങ്ങൾ പറയണം ഇത് അബദ്ധമാണ്. അതിനാ അള്ളാഹ് നിങ്ങളെ തെരഞ്ഞെടുത്ത്. കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും പരിസരത്തും പാലായിലും ഭരണങ്ങാനത്തും ഒക്കെ ഉള്ള ക്രിസ്ത്യാനികളോട് ഈസാ നബി പടച്ചോന്റെ കുട്ടിയാണ് എന്നുള്ള വാദം അപകടമാണ് എന്ന് പറയേണ്ടതാണ് മുസ്ലിമിന്റെ മുഖ്യമായ ദൗത്യം. പ്ലാച്ചിമടയിലെ വെള്ളം ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ തീരുമാനിക്കണം എന്ന്. അതിന്റെ ശരിയും തെറ്റിയല്ലേ ഞാൻ ഇവിടെ പറയുന്നത്. മറിച്ച് സുഹൃത്തുക്കളെ, വിശ്വാസികളെ, ഖുർആൻ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണല്ലോ നമ്മുടെ റോൾ മോഡൽ. അതിലും ആർക്കെങ്കിലും ഏതൊരു അഭിപ്രായം ഉണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ചോദിക്കാം നിങ്ങളോട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഖുർആനിലെ 33-ാം അധ്യായം 36-ാമത്തെ വചനം. ആ വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്താണ്? 21-ാമത്തെ വചനം, പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ട്. ആ പ്രവാചകന്റെ വാചകം എന്താ? ആ പ്രവാചകൻ പറയുന്നത് നോക്കൂ, സൂറത്ത് യൂസുഫിലെ 108-ാമത്തെ വചനം, കുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. സൂറത്ത് യൂസുഫ പറയണേ, ഇതാകുന്നു എന്റെ മാർഗം. എന്റെ പണി എന്താ? നിങ്ങൾ എന്നോട് ചോദിക്ക് എന്ന നിലക്ക ഞാനെന്ന മുഹമ്മദ് എന്ന അള്ളാഹുവിന്റെ പ്രവാചകനായ എന്റെ ഡ്യൂട്ടി എന്താ അറിയോ നിങ്ങൾക്ക്? അദ്ദഅവതു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങളെ ദഅവത്ത് നടത്തലാണ്. ആ ദഅവത്ത് നടത്തുന്നവർക്കെതിരാണെന്ന് ലോകം. സംഘപരിവാരങ്ങൾ ആർക്കെതിരാ? ഇവിടുത്തെ വേറെ ഏതെങ്കിലും മുസ്ലിങ്ങൾക്കെതിരാണ് അവര്? അല്ല, സലഫികൾക്കെതിരാണ്. എന്തുകൊണ്ട്? ലോകത്ത് മുസൽമാന്റെ ഐഡന്റിറ്റി നിലനിർത്തുന്ന ലോകത്തിലെ ഏക ജനപദം, അള്ളാഹുലേക്ക് ലക്ഷണം, അമ്പിയാക്കളുടെ പാത, അത് സ്വീകരിച്ച സജ്ജനം ആവില്ല നിങ്ങളെ പോലെയാ ദുർജനം എന്നല്ല പറഞ്ഞ ആ ജനപദം, വലാ യഖാഫൂന ലൗമത ലായിം എന്നല്ല പറഞ്ഞ ആ ജനപദം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലാഹു സത്യവിശ്വാസി, മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും എന്നല്ല പറഞ്ഞ ആ ജനപദം. ആ ജനപദത്തിന് നേരെ എല്ലാ ശക്തികൾക്കും എതിരുണ്ടല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് വേട്ടയാടപ്പെടുന്ന ആരാ? അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന കൂട്ടായ്മ. ജാക്കിർ നായിക് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നത് കൊണ്ട്, നിച്ച് ഓഫ് ട്രൂത്ത് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നത് കൊണ്ട് പലരും അല്ലേ ആലോചിച്ച് നോക്കിയേ. കാരണം അമ്പിയാക്കളുടെ ശരിക്കുള്ള പാത അതാ. എന്നാലേ മനുഷ്യൻ നന്നാവൂ. അള്ളാഹിനെ ശരിക്ക് പഠിപ്പിച്ചാലേ മനുഷ്യർ നന്നാവുള്ളൂ. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, അള്ളാഹു തൗഫീക്ക് നൽകിയാൽ. ഖുർആനിലെ 16-ാം അധ്യായം 36-ാമത്തെ വചനം, ഖുർആനിലെ 24-ാം അധ്യായം 35-ാം അധ്യായം 24-ാമത്തെ വചനം, ഇതിലെല്ലാം അല്ലാഹ് പറയുന്നത് എല്ലാ സമൂഹത്തിലേക്കും നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർ ലോകത്ത് മനുഷ്യരെ പഠിപ്പിച്ചത് കൃത്യമായ ഏകദൈവ ആരാധനയാണ്. ഹിറാക്ലിയസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിലേക്ക് അബൂ സുഫിയാൻ എന്ന അക്കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ ബദ്ധവൈരി, പിന്നീട് നമ്മളൊക്കെ റളിയല്ലാഹു അൻഹും എന്ന് പറയാൻ അല്ലാഹ് നമ്മളോട് പറഞ്ഞിട്ടുള്ള അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം എന്താണ് ഈ മനുഷ്യൻ ലോകത്തോട് പറയുന്നതെന്ന് ചോദിച്ചല്ലോ. ഇറാക്ലിയസ് ചക്രവർത്തി അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്നാണ് ആ പ്രവാചകൻ ലോകത്തോട് പറയുന്നത് എന്നാണല്ലോ ഇറാക്ലിയസ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ അബൂ സുഫിയാൻ പറയുന്നത്. റബീബിൻ ആമിർ റളിയല്ലാഹു റുസ്തമിന്റെ കൊട്ടാരത്തിൽ കയറി ചെന്ന് പറയുന്നത് എന്താണ്? ശുദ്ധമായ അടിമത്ത, അതായത് മനുഷ്യൻ അല്ലല്ലാത്തവരെ ആരാധിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക്, ആ പടച്ചവനിലേക്കുള്ള ഏകത്വത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് മുസ്ലിങ്ങളുടെ ദൗത്യം. ഞാൻ ഇവിടെ പല കാര്യങ്ങളും എനിക്ക് പറയാൻ വളരെ അമിതമായ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിവിടെ എൻ്റെ സമയത്തിൻ്റെ പരിധി, എൻ്റെ ആരോഗ്യാവസ്ഥ, ഈ സാഹചര്യങ്ങളെല്ലാം മുൻനിർത്തി ഞാൻ പറയുന്നു, ഇന്നത്തെ ഒരു പ്രസംഗം ഇൻഷാ അല്ലാഹ് ഈ SM ലോക്കിലെയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും ഇനി വരുംകാല തിരുവനന്തപുരത്തെ സലഫി കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് ഊടും പാവും നൽകുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ശരിക്കും ആലോചിച്ചുകൊണ്ടോ, ആരാ നമ്മൾ? ലോകത്ത് ഒരുപാട് ജനപദങ്ങളുണ്ട്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, ജനതാദളുണ്ട്. അതൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. മനുഷ്യ സമൂഹത്തിന്റെ ഭൗതികമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ മത സമൂഹങ്ങളുണ്ട്. അവരൊക്കെ മനുഷ്യരെ എങ്ങോട്ടാണ് ക്ഷണിക്കുന്നത്? എന്നാൽ ഇസ്ലാമിന്റെ ശരിക്കുള്ള ദൗത്യം എന്താണ്? ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലാഹ് ഖുർആനിൽ നമ്മളെ പറ്റി എന്താ വിശേഷിപ്പിച്ചത്? വസത്തിയത്ത് ഉൾക്കൊള്ളുന്ന ഒരു ജനത എന്ന് നമ്മളെ പറ്റി പറഞ്ഞിട്ടില്ലേ?
വകദാലിക ജഅൽനാകു ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ്. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്ത് ബഖറ 143-ാമത്തെ വചന. ഖുർആൻ ദുർവ്യാഖ്യാനിച്ചും ഖുർആനിനെ കോട്ടിമാട്ടിയും ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ എന്റെ പേരിലൊക്കെ ഇന്ന് പോലും ആളുകൾ ഖുർആൻ ഞാൻ ആ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ശാന്തമായ വിശകലനത്തിന് വലിയ സ്ഥാനമുണ്ട്. മൂസാ നബിയുടെ മുമ്പിൽ ഫിറഔനിന്റെ ആളുകൾ നിന്നപ്പോ എന്ന് പറയുന്ന സദസ്സിൽ മൂസാ നബി ആദർശം പറഞ്ഞ രംഗം നിങ്ങൾ ഓർക്കണില്ലേ? ശാന്തമായ ഒരു ജനത അത് കേട്ടു. ആളുകൾ കേട്ടു മാറുന്നു എന്ന് തോന്നിയപ്പോ അവിടെ ഫിറഔൻ ചെയ്ത ചില തന്ത്രങ്ങൾ ഖുർആൻ സൂറത്ത് ത്വാഹ 20-ാം അധ്യായം 49, 50, 51 വചനങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ സമഗ്രമായി ഖുർആനെ പഠിക്കണം. ഞാൻ ഇന്ന് പലപ്പോഴും പല ആളുകളുടെയും പല ക്ലിപ്പും കേട്ടപ്പോ ഞാൻ ഉദ്ധരിച്ചിട്ടുള്ള 2 ഖുർആനിക വചനങ്ങൾ ഞാൻ കോട്ടിമാട്ടി എന്ന് പറയുമ്പോ ആ 2 വചനങ്ങൾ ഓതിയെടുത്തു. ഒരു വചനത്തിന്റെ തുടക്കവും വേറൊരു വചനത്തിനും കൂട്ടിച്ചേർത്ത് പറയുന്നു. ഇവിടെ ഞാനത് കേട്ടപ്പോ എനിക്ക് സങ്കടം തോന്നിപ്പോയി. എന്നിട്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല ആ ആയത്ത് കൃത്യമായിട്ട് ഓതുകയും ചെയ്യുന്നു. തങ്ങൾക്ക് പരിചയമില്ലാത്ത സമാധാനത്തിന്റെ മേഖലയിലെ ഖുർആനിക വചനം പൂർത്തിയായിട്ട് ഓതാൻ പോലും കഴിയണില്ല. അത് നിസ്സഹായതയോടുകൂടി ഞാൻ കേട്ടു, കണ്ടു. സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ആരാ നമ്മൾ? കുൻതും ഖൈറ ഉമ്മ. ശ്രദ്ധിച്ചോളീൻ. 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 104, 110 വചനങ്ങൾ. വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ്. നിങ്ങൾ ആരാ? ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ്. സത്യല്ലേ? ഈ നാട്ടിൽ ജീവിക്കുന്ന 86% വരുന്ന ഹൈന്ദവർക്ക് വേണ്ടി, ക്രൈസ്തവർക്ക് വേണ്ടി, ഇവിടുത്തെ നിരീശ്വരവാദികൾക്ക് വേണ്ടി, ഇവിടുത്തെ 123 കോടി മനുഷ്യർക്ക് വേണ്ടി, അല്ല ലോകത്തിലെ 715 കോടി മനുഷ്യർക്ക് വേണ്ടി ഉയർത്തെ അല്ല പറയുന്ന പ്രയോഗം എന്താണ്? ഉഖ്രിജത്ത് ലിന്നാസ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാ. അപ്പൊ ജനങ്ങളെ മാത്രമല്ല, ഖുർആന്റെ പ്രത്യേകത എന്താ? അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. സൂറത്ത് ഇബ്രാഹിമിന്റെ 1-ാമത്തെ വചനം. എന്തതിനർത്ഥം? ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചത് ഇരുട്ടിൽ നിന്ന് മാനവകുലത്തെ വെളിച്ചത്തിലേക്ക് നയിക്കാനാണ്. ആ മാനവകുലത്തിൽ ആര് വിടും? ഇവിടുത്തെ നരേന്ദ്രമോദി വരും, നമ്മുടെ പ്രധാനമന്ത്രി വരും, സുഷമാ സ്വരാജ് വരും, ഇവിടുത്തെ മേനാഗാന്ധി വരും, ഇവിടുത്തെ CPM-ന്റെ ആളുകൾ വരും, ഇവിടുത്തെ ലോകത്തിലെ സകല മനുഷ്യരും വരും. പാശ്ചാത്യരെ, പൗരസ്ഥരെ, കറുത്തവരെ, വെളുത്തവരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന മാനവകുലത്തിന് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഒരു ജനത. അതാണ് നമ്മളെന്ന ബോധമാണ് ലോകത്തുള്ള മറ്റുള്ള കൂട്ടായ്മയിൽ നിന്ന് നമ്മെ വ്യതിരിക്തമാക്കുന്ന അടിസ്ഥാനപരമായ ആശയം. പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ട് കത്തിയും പിച്ചാത്തിയായിട്ട് പോയതാണ്. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? പ്രവാചകന്മാർ അങ്ങേയറ്റം ജനതയെ സ്നേഹത്തിന്റെ ഊക്ക് എന്ന് പറയുന്നത് എന്താണ്? അവിശ്വാസികളോട് ഒരു പ്രവാചകൻ കടന്നു വരുന്ന സൊസൈറ്റി ആരാ? അവിടെ വ്യഭിചാരമുണ്ട്, മദ്യപാനമുണ്ട്, പലിശയുണ്ട്. അതോടൊപ്പം അനവധി ബിംബങ്ങളെ അവർ ആരാധിക്കുന്നുണ്ട്. അമ്പിയാക്കൾ ആരാധിക്കുന്നുണ്ട്, ഔലിയാക്കൾ ആരാധിക്കുന്നുണ്ട്. ആ ജനപദത്തിന്റെ മുമ്പിലേക്ക് പ്രവാചകന്മാർ വന്നിട്ട് എന്താ പറയുന്നത്? ഇന്നീ ലക്കുൻ നാസിഹുൻ അമീൻ. അതുപോലെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാണ്. ഏതാ താക്കീത്? നരകത്തെ കുറിച്ചുള്ള താക്കീത്. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. സൂറത്ത് അഹ്സാബ് 33-ാമത്തെ അധ്യായം 45, 46 വചനങ്ങൾ. അവിടെ റസൂലേ എന്ന് വിളിച്ചിട്ട് അല്ലാഹു പറയുന്നത് യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ, ഇന്നാ അർസൽനാക ഷാഹിദൻ, താങ്കൾ റോൾ മോഡലാണ്, മാതൃകയാണ്, താങ്കൾ നരകത്തെ കുറിച്ചുള്ള താക്കീതുകാരനാണ്. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ നരകത്തെ കുറിച്ച് എത്ര പേര് പറയാറുണ്ട്? ഒരുപാട് ആളുകളോട് പ്രസംഗിണ്ടല്ലോ, നരകത്ത് പോവും മനുഷ്യന്മാരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവത്ത്. നീ ഇന്ന ദർഗയിൽ പോയാൽ ആ ദർഗയിലെ ഔലിയനെ വിളിച്ചാൽ നീ നരകത്ത് പോകും, നീ പലിശയുമായി ബന്ധപ്പെട്ട നരകത്ത് തന്നെ നമുക്ക് പറയാനുള്ളൂ. അതൊരു മോശം പണിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അതൊരു മോശം പണിയായിട്ട്, നരകണ്ട് എന്ന് തോന്നുന്ന ഒരു മോശം പണിയായിട്ട് നമുക്കാർക്കും തോന്നിയിട്ടില്ല. കാരണം അതോട് പറയാ അത് പറയേണ്ടതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കൾ അല്ല പറഞ്ഞതാണല്ലോ. ഖുർആനിലെ 5-ാം അധ്യായം 28-ാമത്തെ ആയത്ത്, മോനെ, ചെറുപ്പക്കാരാ, സഹോദരാ, ത്രസിപ്പിക്കുന്ന ശരീരമുള്ള സഹോദര, കായബലമുള്ള സഹോദര, എനർജറ്റിക്കായി യൗവനം തീജ്വാലയായ സഹോദര,
അള്ളാന്റെ ഗ്രന്ഥത്തിന്റെ താളുകളിൽ മാസ്മരികമായ ചിന്തയുടെ അത്ഭുതങ്ങളുണ്ട്. അള്ളാന്റെ ഗ്രന്ഥത്തിൽ ഖൈറുൽ കലാമി കലാമുല്ലാഹ് എന്നത്. ആ കലാം ഒന്ന് വായിച്ചു നോക്ക്. ആദം നബിയുടെ 2 മക്കൾ, 2 പേരും അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് വ്യാജേനെ അല്ലേ? ഒരാളുടെ ഭക്തി അള്ളാഹ് സ്വീകരിക്കുന്നു, ഒരാളുടെ ഭക്തി അള്ളാഹ് സ്വീകരിക്കണില്ല. ലോകത്ത് അസൂയ കടന്നു വരുന്ന അവിടെയാ. മതത്തിന്റെ പേരിൽ അസൂയ ലോകത്തുണ്ടായത്. ആ അസൂയ രംഗപ്രവേശനം ചെയ്തപ്പോ എന്തുണ്ടായത്? സ്വന്തം ഒരു ഉമ്മാന്റെ പൊക്കിൾക്കൊടി വേദിച്ചു വന്ന സ്വന്തം സഹോദരനെ കൊല്ലാനാ കയ്യോങ്ങണത്. ആ സമയത്ത് എന്താ പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ ചിന്തിച്ചോ. അള്ളാഹ് ആരെയാ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്? ഇടപാട്, കൊടുവെട്ട്, അടിയട, ഇടിയട എന്നുള്ളൊരു തത്വത്തെയാണോ ലോകത്ത് ISIS ഉണ്ടാക്കണ? അതാണല്ലോ. തലയെറിയുന്നു, കഴുത്തെറിയുന്നു, ബീബൽസമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞ എന്താ? നിങ്ങൾ ഒരു കാരണവശാലും പരിധി വിടരുത് എന്നല്ലേ? ഖുർആനിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടക്കണ സൂറത്ത് ബഖറയിൽ 190, 91, 92, 93, സൂറത്ത് മുംതഹന 8, 9, സൂറത്ത് അൻഫാൽ 60, ഏത് വാചകം എടുത്തോ അതിര് വിടരുത് എന്ന് പറയുന്നത് എന്തിനാണ്? വെട്ടി നുറുക്കി നശിപ്പിച്ച് നാമാവശേഷമാക്കരുത് എന്ന് പറയുന്നത് എന്തിനാണ്? എന്തേ അങ്ങനെ യുദ്ധത്തിന്റെ നേരും നിറയും ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളത്? റഷ്യൻ വിപ്ലവം നടന്നു, ഫ്രഞ്ച് വിപ്ലവം നടന്നു, ഉക്രൈൻ കർഷകരുമായി നടന്നു, ഭോപ്പാൽ ദുരന്തങ്ങൾ നടന്നു. ഈ ഓഗസ്റ്റ് മാസം 6, 9 തീയതികളിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും ലിറ്റിൽ ബോയ് കൊണ്ടുപോയി തുപ്പി ട്രൂമാന്റെ നേതൃത്വത്തിൽ ലോകത്തെന്തൊക്കെ അരാജകത്വങ്ങൾ നടന്നു. മീഡിയ ഭീകരത നിലനിൽക്കാത്തൊരു കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷൻ ശൃംഖലയുടെ 86% സയനിസ്റ്റുകൾ കൈകാര്യം ചെയ്യാത്ത കാലഘട്ടത്തിൽ സഹോദര എന്തൊക്കെ ലോകത്ത് നടന്നുപോയി. ആദം നബിയുടെ 2 മക്കളിൽ നോക്കണം, യുവാക്കളെ, സ്വർഗം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ, നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്നവരെ, എന്ന അല്ലാഹ് പറഞ്ഞിട്ടുള്ള, റസൂല് പറഞ്ഞിട്ടുള്ള, വിശദീകരിച്ചിട്ടുള്ള ആ ഖുർആനിക വചനം, ആ വചനത്തിന്ന് ശരിക്കും ആവേശം ഉൾക്കൊള്ളുന്നു. ചിന്തിച്ചു നോക്കിയവനെ, എന്തേ ഇവിടെ ഉണ്ടായത്? നോക്ക്, സ്വന്തം സഹോദരന്റെ കർമ്മങ്ങൾ, ബലിദാനങ്ങൾ അല്ലാഹ് സ്വീകരിച്ചു. അപ്പൊ അസൂയ ഉണ്ടായി, ഞാൻ കൊള്ളരുതാത്തവനാന്നുണ്ടായി. അതുകൊണ്ട് എന്റെ കാക്കാനെ വെച്ചേക്കരുതെന്നായി. അങ്ങനെയല്ലേ? അല്ലെ എന്റെ അനുജനെ വെച്ചേക്കരുതെന്നായി. അപ്പൊ എന്തായി? കൊല്ലാൻ കയ്യോങ്ങിയപ്പോ എന്താ പറഞ്ഞത്? ഞാനൊരു മുഅ്മിനാണ്, എന്റെ ഈമാനിന്റെ അടയാളമാണ്, ഞാൻ അള്ളാന്റെ അടിമയാണ്, ജിന്നെ കയ്യോങ്ങിയ ആ കൈ ഞാൻ വെട്ടിടാ എന്നാ പറഞ്ഞ്? അല്ല. അതാ ഖുർആന്റെ പ്രത്യേകത. ഖുർആൻ പറഞ്ഞത് പിന്നെന്താ? കാക്ക എന്റെ നേരെ കൈയിട്ടിക്കോ, കബഡിയും കരാട്ടയും ഞാൻ കാണിച്ചു തരാന്നാ? മുൻപ് ഞാൻ കാണിച്ചു തരാന്നാ? അല്ല. അബ്ഡബൺ ബോക്ക് ഞാൻ കാണിച്ചു തരാന്നാ? അല്ല. പിന്നെ സ്നേക്ക് മൂവിങ് കാണിച്ചു തരാന്നാ? അല്ല. പിന്നെ എന്തേ പറഞ്ഞത്? കാക്ക എന്റെ നേരെ കാക്ക എന്നെ കൊല്ലാൻ കൈ നീട്ടിയല്ലോ കാക്ക ഞാൻ നിന്റെ നേരെ കൈ കിട്ടൂല. കാരണം ഞാനും ഇക്കാക്കയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാക്കാക്ക് ചേരാൻ പറ്റിയ പാർട്ടികൾ ലോകത്തുണ്ട്. കാക്ക ഞാൻ അതിൽ പെട്ട ആളല്ല. ഞാൻ ആരാ കാക്ക? ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ലോകത്തിന്റെ നാഥനെ പഠിക്കുന്ന യഥാർത്ഥ മുഅ്മിനാ എനിക്ക് കാക്ക. നിന്റെ നേരെ കൈയിട്ടാൻ പറ്റൂല. അല്ലാതെ കാക്ക ഈ കൈയിട്ടിയ 2 കൈയും ഞാൻ വെട്ടുന്നല്ല, 2 കാലും ഞാൻ വെട്ടുന്നല്ല, ഞാൻ ആൺകുട്ടിയെന്നല്ല, ഈമാൻ തുളുമ്പിട്ടുണ്ടല്ല, ഈമാൻ ഉണ്ട്. അതുകൊണ്ട് കാക്ക അജ്ജിന്റെ നേരെ കൈയിട്ടിയാലും ഞാൻ എന്റെ കൈ നേരെ കിട്ടൂല. മനസ്സിലായി നിങ്ങൾക്ക്? അതാ ഇന്നലെ മെഞ്ഞാന്നുണ്ടായത്. ആ പാഠം ഉൾക്കൊണ്ട സ്വർഗം ലഭിക്കാൻ അള്ളാനെ ഭയപ്പെടുന്ന മുഅ്മിനുകളിൽ നിന്നുണ്ടായത് അതാണ്. ഏത്? നിങ്ങൾ ഞങ്ങളെ നേരെ കൈയിട്ടിയാലും ഞങ്ങൾ നീട്ടൂല. മനസ്സിലായോ? ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഖുർആനെ ശരിക്ക് സ്വീകരിച്ചോളണം. അല്ലാതെ നമ്മൾ ഖുർആന്റെ അനുയായികൾ എന്ന് പറയുന്നത് എന്താ അർത്ഥം? ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂലി. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോ ഖുർആനിലേക്ക് മടക്കിക്കോ, സുന്നത്തിലേക്ക് മടക്കിക്കോ എന്ന് പറഞ്ഞില്ലേ? ഖുർആനിലെ 4-ാം അധ്യായം 59-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 69-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 80-ാമത്തെ വചനം, ഖുർആനിലെ 4-ാം അധ്യായം 64-ാമത്തെ വചനം, ഖുർആനിലെ 24-ാം അധ്യായം 63-ാമത്തെ വചനം, ഖുർആനിലെ 33-ാം അധ്യായം 36-ാമത്തെ വചനം. ഈ വചനങ്ങളൊക്കെ അല്ലാഹുലേക്ക് റസൂലിലേക്ക് മടിക്കുമെന്നല്ലേ? യാ അയ്യുഹല്ലദീന ആമനു സ്തജീബു ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹും റസൂലും നിങ്ങളെ വിളിക്കുന്നു ജീവൻ നൽകുന്ന ഓജസുറ്റ ഒരാദർശത്തിലേക്ക്, വിപ്ലവകരമായ, ജാജ്വല്യമാനമായ, അത്ഭുതാവഹമായ ഒരു ജീവസുറ്റ ആദർശത്തിലേക്ക്. അതല്ലേ ഖുർആൻ പറഞ്ഞത്? അതല്ലേ 8-ാമത്തെ അധ്യായത്തിലെ 24-ാമത്തെ 25-ാമത്തെ വചനത്തിലുള്ളത്? അതിന്റെ പ്രകാരം ജനങ്ങളോട് നമ്മൾ ചിലത് പറയുന്നു. നമ്മൾ എന്ത് സമീപനമാണ് ലോകത്ത് സ്വീകരിക്കേണ്ടത്? അമുസ്ലിം രാജ്യങ്ങളിലാണല്ലോ പ്രവാചകന്മാർ ജീവിച്ചത്. നൂഹ് നബി വരുന്ന ജനതയേതാ? 1000 ആളുണ്ടെങ്കിൽ അതിൽ 900 ആൾ ആരാ? 12 ആളല്ലേ നൂഹ് നബിയുടെ കൂടെ കൂടി? 12 ആളും ആരായിരുന്നു? ബിംബാരാധകരായിരുന്നില്ലേ?
ടോട്ടൽ ബിംബാരാധകരിലേക്കല്ലേ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ച്? പക്കാ ബൗദ്ധ വിശ്വാസികളിലേക്കല്ലേ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ നിയോഗിച്ചത്? നൂഹ് നബി അവരോട് എന്താ പറഞ്ഞത്? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻസിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് അവർക്ക് താക്കീത് ചെയ്തുകൊണ്ട് ഒരു പ്രവാചകനെ ആ നരകത്തിന്റെ അകലുകാരായി അതിലേക്ക് മുഖം കുത്തി വീഴുന്നതിന് മുമ്പ് നൂഹ് നബിയെ ആ ജനതയിലേക്ക് നിയോഗിച്ചു. ആ പരമകാരുണികനായ റബ്ബ് ആരിലേക്ക്? അവിശ്വാസികളിലേക്ക്. ആരെ നിയോഗിച്ചു? വിശ്വാസത്തിന്റെ മകുടോദാഹരണമായ ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ എന്നുള്ള 46-ാം അധ്യായത്തിന്റെ അവസാനത്ത് പറഞ്ഞ നൂഹ് നബിയെ. എന്നിട്ട് ആ നൂഹ് നബി ജനങ്ങളോട് തൗഹീദ് പറഞ്ഞു, ശുദ്ധമായ ഏകദൈവ വിശ്വാസം പറഞ്ഞു. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. ഇനി ഞങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, ലോകത്തുനിന്ന് ഉരുണ്ടുകൂടിയ പ്രബോധകർക്കെതിരെയുള്ള സാങ്കി ടീമുകളുടെ കടന്നാക്രമണം ഇന്ത്യയിൽ, ലോകരാജ്യങ്ങളിൽ പാശ്ചാത്യ ശക്തികൾ, സയനിസ്റ്റ് അച്ചുതണ്ടുകൾ, മൊസാദുകൾ ലോകത്ത് മുസ്ലിം ദഅവത്തിനെ പേടിക്കുന്നു. മനുഷ്യർ നന്നാവുക എന്നതിന് ഭയപ്പെടുന്നു. എനിക്ക് പലിശ വേണ്ട, എനിക്ക് പെണ്ണിന്റെ സൗന്ദര്യം വേണ്ട, എനിക്ക് ലോട്ടറി വേണ്ട, അധ്വാനിച്ച കൈകൊണ്ട് തിന്നാ മതി എന്ന് പറയുന്ന അന്തസ്സുള്ളൊരു ജനതയെ സാമാജിക ശക്തികൾ ഭയപ്പെടുന്നു. ആ സാമ്രാജ്യത്തെ ശക്തികളുടെ ചട്ടുകങ്ങളായി തീരുക എന്ന ഒരുതരം വിവരക്കേടിന്റെ പിന്നാമ്പുറങ്ങളിലല്ല മുസൽമാന്റെ ചിന്ത ഉടക്കി നിൽക്കുന്നത്. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ജാജ്വല്യമാനമായ പരിവർത്തനത്തിന്റെ പൈതൃകത്തിലാണ് മുസ്ലിം സമൂഹത്തിന്റെ ജീവസുറ്റ ആദർശം കിടക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള മൂള, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി, അത് മനസ്സിലാക്കാനുള്ള കഴിവ് ശത്രു ഇട്ട് തരുന്ന ആ അല്ലേ. നമുക്ക് സാധാരണ സിംഹം പുലി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാ. പക്ഷെ മൂപ്പലാല് ഇപ്പുറത്തെ ഒരു ചെറിയ ആട്ടുമുട്ടിനെ വെച്ച് അതിൽ കയറി തിന്നാളൂ. ആ സംഭവമായിട്ട് പൂടയായിട്ട് നടന്നിട്ട് അതിൽ കയറി എന്നിട്ട് ആ ജാതി ഞങ്ങൾ പുലിക്കുട്ടികളാണെന്ന് പറയാ. എന്നിട്ട് ഇട്ടുകൊടുത്ത ചെറിയ കപ്പ കഷ്ണം കൊത്തിയിട്ട് അതിന്റെ കൂട്ടുകൂടന്ന് പടയ്ക്കുക. അത് മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാകരുത്. മാപ്പിളക്കലാപത്തിന്റെ പൈതൃക കാലഘട്ടത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മനുഷ്യർക്ക് മനസ്സിലാവും. അവിടെ നിങ്ങൾ ശരിക്കും ചിന്തിച്ചേ, ഇസ്ലാം ഭീകരവാദമാണോ? ഞാൻ പോയിന്റ്, ഞാൻ അവതരിപ്പിക്കുന്ന വിഷയം അതാണ്. ഇസ്ലാം തീവ്രവാദമാണോ? നമുക്ക് ചുരുക്കി കൊണ്ടുവരാം. എല്ലാ ഭാഗവും പറയും എനിക്ക് നേരില്ല, ചുരുക്കി കൊണ്ടുവരാം. ഇൻഷാ അല്ലാഹ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നു. അവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മൾ. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാലത്തിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഇവിടെ വിവരിക്കപ്പെടുകയാണ്. പ്രവാചക തിരുമേനി മക്കയിൽ വരുമ്പോൾ മക്കക്കാരാരാ? പരിശുദ്ധ കഅബ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടുത്തുയർത്തിയ കഅബ. ഇന്ന അവ്വല ബൈതിൻ വുദിയ ലിന്നാസി ലില്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ. 3-ാം അധ്യായം 96. ആ പരിശുദ്ധ കഅബയിൽ അല്ലാഹനെ മാത്രം ആരാധിക്കേണ്ട കഅബയിൽ 360 വിഗ്രഹങ്ങൾ നാട്ടി നിർത്തിയിടത്തേക്ക് മഹാനായ പ്രവാചകൻ നിയോഗിക്കപ്പെടുകയാണ്. എന്നിട്ട് ആ പ്രവാചകൻ അവരുടെ മനസ്സുകളെ തട്ടി ഉണർത്തുന്നു. ശരിക്കുള്ള ജിഹാദ് മക്കയിൽ നടന്നു. ഒറിജിനലായ ജിഹാദ് മക്കയിൽ നടന്നിട്ടുണ്ട്. കാരണം മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ വചനം ജിഹാദിനെ പറ്റിയാ പറയണേ. മദീനയിൽ യുദ്ധത്തെ പറ്റി പറയുമ്പോൾ ജിഹാദ് എന്നല്ല പറഞ്ഞത്, ഖിതാൽ എന്നാ പറഞ്ഞത്. ഖിതാൽ ഉൾക്കൊള്ളുന്ന ജിഹാദ്. എന്നാ മക്കയിൽ ജിഹാദ് എന്ന് പറഞ്ഞതോ? ലളിതമായൊരു പോയിന്റ് പറയട്ടെ. ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗുണകാംക്ഷയോടെ ഞങ്ങളോട് പറയാണ്, ശരിക്കും ശ്രദ്ധിച്ചോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റോൾ മോഡലാക്കുന്നവരോട്, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ഹബീബായ റസൂലുള്ളയെ അനുധാവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് മക്കയിൽ നബി വന്നു. എന്നിട്ട് ആ റസൂലുള്ള വിളിച്ചു വരുത്തി. ആരെ വിളിച്ചു വരുത്തി? ഫഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ. ഖുർആനിലെ 26-ാം അധ്യായം 214-ാമത്തെ വചനം. മക്കളെ, മൊബൈലൊക്കെ നോട്ട് ചെയ്തോളി, എല്ലാം റെക്കോർഡ് ചെയ്തോളി. ഒറ്റ വാചകവും ടേളൻ ഉണ്ടാവില്ല. ഉറപ്പ് എഡിറ്റ് ചെയ്യേണ്ട ഒരു ഒറ്റ വാചകം ഉണ്ടാവില്ല. ബീദിനില്ല. സഹോദര, ശരിക്കും മനസ്സിലായിക്കോ. നോക്ക്, റസൂലുള്ള അവരൊക്കെ വിളിച്ചു വരുത്തി. സഫാ കുന്നിന്റെ മുകളിൽ ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാ എന്ന് സൂറത്ത് ബഖറയിൽ 59-ൽ പറഞ്ഞ ആ പർവ്വത പ്രാന്തങ്ങളിൽ ഹബീബായ റസൂൽ, അതിന് അല്ലാഹ് എന്താ പറഞ്ഞറിയോ? യാ അയ്യുൽ മുദ്ദസിർ
കും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ. അല്ലാഹുവിനെ വാഴ്ത്ത് മുഹമ്മദേ,